നമസ്കാരം, മലയാളി സ്പോട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേക എപ്പിസോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി സർവീസ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടിയുടെ സർവീസ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്ന കൈരളി ഫോർഡുള്ള ചെരനല്ലൂരുള്ള സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ചുമ്മാ ഒന്ന് കാണാം. ഇതാണ് കൈരളി ഫോർഡ് ചേരനല്ലൂരിൻ്റെ സർവീസിന് നമ്മൾ വണ്ടി കൊടുക്കുന്ന സമയത്ത് നമ്മൾ കസ്റ്റമേഴ്സിന് വന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. പ്രിറ്റി കൂളാണ്, കുറച്ച് നല്ലതാണ്. സീറ്റിംഗ് കുഴപ്പമില്ല, ചാർജർ സോക്കറ്റ്സ് വരുന്നുണ്ട്. പിന്നെ നോർമലി ഇപ്പോൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് TV വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും നമ്മുടെ എത്ര സർവീസ് കാര്യങ്ങളായി എന്നുള്ള സംഭവങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ എറണാകുളത്തുള്ള ചേരാനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൈരളി ഫോർഡ് എന്ന് പറഞ്ഞ ഫോർഡിൻ്റെ സർവീസ് സെൻ്ററായ ആ സർവീസ് നമ്മൾ വണ്ടി സർവീസിന് വേണ്ടി വന്നതാണ്. അപ്പോൾ നോർമലി ഒരു വണ്ടിയെ സർവീസ് ചെയ്യാൻ വേണ്ടി വന്ന കാര്യങ്ങളും പിന്നെ നോർമലി ഫോർഡ് വണ്ടിയുടെ സർവീസിനെ ഒരു ഡീലറുടെ സെയിൽസ് ആൻഡ് സർവീസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ വളരെ വൺ ഓഫ് ദി ബെസ്റ്റ് സർവീസാണ് കൈരളി ഫോർഡിൻ്റെ ഈ ചെരനല്ലൂർ സർവീസ് സെൻ്ററിൽ കൊടുക്കുന്നത്. അത്രയും ഇൻഫ്രാസ്ട്രക്ചേഴ്സൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഫോർഡിൽ സർവീസിൻ്റെ കോസ്റ്റ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ പറ്റി നമുക്ക് പൊതുവേ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഈ ഔട്ട്സൈഡ് ഫോർഡ് എടുക്കാത്ത ആൾക്കാർ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഫോർഡിൻ്റെ മുമ്പത്തെ വണ്ടികൾ യൂസ് ചെയ്ത കുറേ ആൾക്കാർക്കൊരു പൊതുവേ ഒരു ധാരണയുണ്ട് ഫോർഡിൻ്റെ സർവീസ് കോസ്റ്റ് കൂടുതലാണ് ഇപ്പോൾ അതിന് വരുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ കുറഞ്ഞു എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കമ്പാരിറ്റീവ്ലി പെട്ടെന്ന് അങ്ങനെ ഒരു കുറവ് വന്നതല്ല. അപ്പോൾ അതല്ലാതെ തന്നെ ചില എന്താ പറയുക ഒരു പ്ലാന്റൊക്കെ ചെന്നൈയിലൊക്കെ ഇപ്പോൾ വന്നു. അപ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങളായിട്ടാണ് അത് കുറയാനുള്ളൊരു കാരണം. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് അവരുടെ അടുത്ത് തന്നെ നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഒരു സർവീസ് അഡ്വൈസറുടെ അടുത്ത് തന്നെ നമുക്ക് ആ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് മുമ്പ് പറഞ്ഞ് നിർത്തിയെടുത്ത് തുടങ്ങാം. അപ്പോൾ നമ്മുടെ സർവീസ് അഡ്വൈസറാണ്, പേര് രഞ്ജിത്ത് എന്നാണ് പേര്. അപ്പോൾ കൈരളി ഫോർഡിലെ ചേരാനല്ലൂർ ബ്രാഞ്ചിലെയാണ് പുള്ളിക്കാരൻ. അപ്പോൾ പുള്ളിക്കാരൻ ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ നമുക്ക് പറയുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈരളി ഫോർഡിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് സർവീസ് ഉണ്ടെങ്കിലും ഇവിടെ വളരെ നല്ല രീതിയിൽ സർവീസ് നല്ല കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കസ്റ്റമർ എന്നുള്ളതിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഇത്രയും ഒരുപാട് വണ്ടികൾ ഇവിടെ വന്ന് കറക്റ്റായിട്ട് സർവീസ് കൊടുത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് പോകാൻ എങ്ങനെയാണ് ഈ പറ്റുന്നത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചപ്പം ഞങ്ങളുടെ ബുക്കിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ആ ബുക്കിംഗ് ഷെഡ്യൂളായിട്ടുള്ള ബുക്കിംഗ്സ് ആണ് എടുക്കുന്നത്. വാക്കിങ്സ് അറ്റൻഡ് ചെയ്യാൻ അത്യാവശ്യമുള്ളത് മാത്രം ഞങ്ങൾ അറ്റൻഡ് ചെയ്യും. എമർജൻസി അനുസരിച്ച് അത് പ്രയോറിറ്റി അനുസരിച്ച് അറ്റൻഡ് ചെയ്യും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്കിംഗ് ഷെഡ്യൂൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഓരോ വണ്ടികൾക്ക് നമുക്ക് ആ പ്രയോറിറ്റി കൊടുക്കാൻ പറ്റും. ഡെപ്തിൽ നമുക്ക് ചെക്ക് ചെയ്യാനും ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. പിന്നെ വളരെ സിമ്പിളായിട്ടൊരു ഡൗട്ടുണ്ട്. ലോജിക്കലി ചിലപ്പോൾ വേറെയാണെങ്കിൽ ആരും തെറ്റ് പറയരുത്. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് ഒരു വണ്ടി വാങ്ങുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഒന്നുകിൽ ഒരു കൊല്ലം അല്ലെങ്കിൽ 10,000 സർവീസ് ചെയ്യാം എന്നാണ്. അപ്പോൾ ഞാനൊരു വണ്ടി എടുത്ത് ഞാൻ ഓടുന്നില്ല, ഒരു 2000 കിലോമീറ്റർ ഓടിയിട്ട് ഞാൻ വണ്ടി നിർത്തി. എന്നിട്ട് ഒരു കൊല്ലം കഴിയും, 1.5 കൊല്ലമൊക്കെ ആയി. ഇനി ഒരു കൊല്ലത്തിൽ നമ്മൾ സർവീസ് ചെയ്യണമെന്ന് ഓട്ടമില്ലാത്ത വണ്ടി എന്തുകൊണ്ടാണ് സർവീസ് ചെയ്യണമെന്ന് പറയുന്നത്? അതിലെന്ന് വെച്ചാൽ ഓട്ടം കുറവാണെങ്കിൽ ഇതെല്ലാം ഫിൽറ്റേഴ്സ് എല്ലാം പേപ്പർ ഫിൽറ്റേഴ്സാണ്. അപ്പോൾ അതിന് എല്ലാത്തിനും ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഡ്യൂറേഷൻ ഉണ്ട്, ഒരു ലൈഫ് സ്പാൻ ഉണ്ട്. ആ ലൈഫ് സ്പാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡാമേജ് പറ്റും. അപ്പോൾ അതൊരിക്കലും ഒരു വണ്ടിയുടെ ഹെൽത്തിന് നല്ലതല്ല. അപ്പോൾ ആ ഫിൽറ്റേഴ്സ് പ്രോപ്പർ ടൈമിൽ ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എൻജിൻ ഡാമേജ് അല്ലെങ്കിൽ ഫർദർ ഫ്യൂച്ചറിൽ പ്രോബ്ലംസ് ആണ്. അതുകൊണ്ടാണ് ആ കറക്റ്റ് ടൈമിൽ ഓടിയിട്ടില്ലെങ്കിലും അത് സർവീസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക
കറക്റ്റായിട്ട് പീരിയോഡിക്കൽ സർവീസ് നമ്മൾ 10,000 ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പുറത്ത് ഇപ്പോൾ ഞാനിപ്പോൾ ഒറ്റപ്പാലംകാരനാണ്. അപ്പോൾ എനിക്ക് എൻ്റെ തൊട്ടപ്പുറത്ത് ഇപ്പോൾ അൾട്രാ ടെക്നോളജി ഒക്കെ വെച്ച് സ്ഥലത്ത് കൊടുക്കുമ്പോൾ എനിക്ക് അവിടെ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അവിടെ കൊടുത്ത് നമ്മൾ ഈ ഡീലർഷിപ്പിൽ തന്നെ നമ്മൾ കൊടുക്കാതെ ഔട്ട് സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ദോഷങ്ങൾ വരാം? ഒന്ന്, ആ വണ്ടി ഹാൻഡിൽ ചെയ്യുന്ന രീതി, അതായത് എല്ലാത്തിനും നമുക്ക് സ്പെഷ്യൽ ടൂൾസ് അവൈലബിൾ ആണ്. അതായത് ഫോർഡിൻ്റെ ഓതറൈസ്ഡ് ഷോപ്പിൽ സ്പെഷ്യൽ ടൂൾസ് അല്ലെങ്കിൽ സ്കാനർ ടൂൾ അതുപോലെ അവൈലബിൾ ആണ്. ഇപ്പോൾ എത്ര അഡ്വാൻസ് ആണെന്ന് പറഞ്ഞാലും ആ പ്രോപ്പർ ടൂൾ ചിലപ്പോൾ യൂസ് ചെയ്യുന്നത് വരില്ല. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഫോർഡിൻ്റെ ഓതറൈസ്ഡ് ടെക്നീഷ്യൻ, അവരുടെ ട്രെയിനിങ് അവർ കിട്ടിയ ടെക്നീഷ്യൻ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അതാണ് വലിയൊരു കാര്യം. കാരണം ഇവിടെ വർക്ക് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഫോർഡിൽ തന്നെ ഒരു പർട്ടിക്കുലർ ഒരു ചെറിയ ടൈം ഇപ്പോൾ ഓരോ വണ്ടി ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഓരോ ടെക്നീഷ്യൻ എടുക്കുന്നത്. അല്ലാതെ ഒരു ബിടെക്കോ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗോ കഴിഞ്ഞ ആൾക്കാരെ നേരെ എടുത്തിട്ട് നമ്മുടെ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ സർവീസ് ബേയിലേക്ക് വിടുവല്ല, അല്ലേ? അപ്പോൾ അവർക്ക് ഓരോ വണ്ടി ഇറങ്ങുമ്പോൾ ഓരോ ടെക്നോളജി ആയിരിക്കും. അവർ ട്യൂണിങ് ആണെങ്കിലും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണെങ്കിലും അപ്പോൾ എല്ലാം അതിനുള്ള സോഫ്റ്റ്വെയർ ട്രെയിനിങ് എല്ലാ ട്രെയിനിങ്ങും ഉണ്ടാവും. അപ്പോൾ അതാണ് വലിയൊരു കാര്യം. മറ്റേത് എനിക്ക് തോന്നുന്നില്ല, മറ്റത് ഇപ്പോൾ അവിടെ എല്ലാം മിക്സഡ് ആയിരിക്കും. ഇപ്പോൾ മഹേന്ദ്ര വരാം അല്ലെങ്കിൽ മാരുതി വരാം, അങ്ങനെയുള്ള വേറെ പ്രൈവറ്റ് ബ്രാൻഡുകളായിട്ട് എല്ലാ വണ്ടികളും വരുന്ന സമയത്ത് അവിടെ എല്ലാത്തിനും എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുറേ ദിവസം കൂട്ടിയിട്ടുണ്ട് വരും. അപ്പോൾ അതാണ് വലിയൊരു കാര്യം. ഓക്കെ, നല്ല കാര്യം. അടുത്ത സംഭവം എന്ന് വെച്ചാൽ നമുക്ക് എനിക്ക് എന്തായിട്ടുണ്ട് നമ്മൾ ഈ വണ്ടി ഞാൻ ഫോർഡിൻ്റെ എടുക്കുന്നതിന് മുമ്പ് ഈ ഫോർഡ് എന്ന് പറഞ്ഞാൽ നല്ല വണ്ടിയാണ്. 1.5 ആണ് ഡീസൽ, 215 ടോർക്ക് വരുന്നുണ്ട്, അല്ലേ? 215 ടോർക്ക് വരുന്നുണ്ട്, 100 PS പവറിലാണ് വരുന്നത്. അതൊക്കെ ശരിയാണ്. പക്ഷെ സർവീസ് കോസ്റ്റ് രക്ഷയിലോട്ടോ കിട്ടു എന്ന് പറയാറുണ്ട്. പക്ഷെ എനിക്ക് അത്ര വലിയൊരു സർവീസ് കോസ്റ്റ് ഇവിടെ വന്നിട്ടില്ല. അങ്ങനെയല്ല, വലിയൊരു സർവീസ് കോസ്റ്റ് പറഞ്ഞ പോലെയുള്ള സർവീസ് കോസ്റ്റുള്ള പേടിക്കുന്ന പോലെ സംഭവിക്കുക വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കുറവ് വന്നത്? കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർഡ് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ. ഇപ്പോൾ നേരത്തെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പ്രോബ്ലം അല്ല, അതെന്ന് വെച്ചാൽ പുറത്തുള്ളവർക്ക് അതൊരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ അത് വലിയ പ്രോബ്ലം ആയിരുന്നു. എല്ലാത്തിനും പാർട്സിനൊക്കെ ചാർജ് ഹൈ ആണെന്ന് പറഞ്ഞു, വളരെ ഹൈ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാർട്സുകളെല്ലാം പഴയ വണ്ടികളുടെ എല്ലാം ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം ഇമ്പോർട്ട് ചെയ്തു. നമുക്ക് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈയിലും പ്ലാൻ ഉണ്ട്, ഗുജറാത്തിലും പ്ലാൻ ഉണ്ട്. ഇപ്പോൾ റീസെന്റ് ആയിട്ടാണ് ഇപ്പോൾ ഗുജറാത്തിൽ സ്റ്റാർട്ട് ചെയ്തത്. 2 പ്ലാനുകൾ വന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതാണ് കോസ്റ്റ് പറയാനുള്ള ഒരു കാര്യം, ഒരു മേജർ ഫാക്ടർ. പിന്നെ അത് മാത്രമല്ല, ഫോർഡ് ഒരു കാര്യം കൂടി ചെയ്തു, ഡീലറിന്റെ പ്രോഫിറ്റും കൂടി കട്ട് ഓഫ് ചെയ്തു. ഡീലറിന്റെ പ്രോഫിറ്റ് കട്ട് ഓഫ് ഫുൾ ആയിട്ടല്ല, അതൊരു പെർസെൻറ്റേജ് വെച്ച് കട്ട് ഓഫ് ചെയ്തിട്ടാണ് കസ്റ്റമറിലേക്ക് പാർട്സ് എത്തിക്കുന്നത്. അപ്പോൾ അതെന്ന് വെച്ചാൽ നേരത്തെ ഇപ്പോൾ ഒരു 15 റുപ്പീസിന്റെ പാർട്സ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 10 റുപ്പീസ് നമുക്ക് 15 റുപ്പീസ് ആയിരുന്നു. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നേരെ 13.5 അല്ലെങ്കിൽ ആ റേഞ്ചിൽ ചുരുക്കാൻ പറ്റും. അതൊരു വലിയൊരു ഫാക്ടറാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ സർവീസ് പ്ലാൻസ്, ഇപ്പോൾ 2 years കഴിഞ്ഞിട്ടുള്ള വണ്ടികൾക്ക് സർവീസ് പ്ലാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് അവൈലബിൾ ആണ്. അതിൽ 2 ടൈപ്പ് പ്ലാൻസ് വരുന്നുണ്ട്. അതായത് സെക്കൻഡ് ഫ്ലെക്സി പോലത്തെ സെക്കൻഡ് രണ്ട് സർവീസിന് 3 സർവീസിന്റെ പ്ലാൻസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആ പാക്കേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ സർവീസ് നമുക്ക് ആ ഒരു ഫിക്സഡ് റേറ്റിൽ തന്നെ ചെയ്യാൻ പറ്റും. ചേഞ്ചസ് വരുന്നില്ല. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും മാറുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ക്യാഷ് മാത്രം കൊടുത്താൽ. മറ്റേ നമ്മൾ ഈ സർവീസിനുള്ള ഇത് വരുമ്പോൾ ഒരു ഇത് വരില്ല, മാൻപവറിനുള്ള റേറ്റ് ഒന്നും. അപ്പോൾ അതൊക്കെ ഇതിൽ കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ ലേബർ ചാർജ് ആണെങ്കിലും അത് കുറവായിരിക്കും. ലേബർ ചാർജ് കുറവായിരിക്കും. അത് വലിയൊരു കാര്യമാണ്. അത് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആണ്. കുറച്ചുകൂടി കസ്റ്റമേഴ്സിലേക്ക് ഇറങ്ങിച്ചത്, അല്ലേ? അപ്പോൾ എൻ്റെ ഒരു ഇത് പറഞ്ഞു, നമ്മുടെ ഈ ഫോർഡിൻ്റെ തന്നെ ഇപ്പോൾ ഹാച്ച് ബാക്ക് കാറിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സീരീസിൽ നോക്കുമ്പോൾ മറ്റേത് വണ്ടികളെക്കാളും ഡീസലിൽ പവറുള്ള വണ്ടിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കി പ്രൈവറ്റ് കാറുകളിലൊക്കെ ഒരു വ്യത്യസ്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇപ്പോൾ വേറെ ചില കമ്പനികളുടെ വണ്ടികളൊന്നും ഈ 1.5 ലെവലിലേക്ക് ഡീസൽ വന്നിട്ടില്ല. ശരിയാണോ? ഈ ഫോക്സ് വാഗനും ഫോർഡും അല്ലാതെ വേറെ ഏത് ഇതായാലും 1.5 ഹാച്ച് ബാക്ക് കാറിലേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ വിറ്റാര ബ്രസ ആയാലും സ്വിഫ്റ്റ് ആയാലും എല്ലാം 1.3 അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഫോക്സ് വാഗനും ഇതുമാണ് ഒരു 1.5. പിന്നെ ഈ ടോർക്കും കൂടുതൽ. ടോർക്കിനെ പറ്റി എന്താണ്? ടോർക്ക് എന്താണ് ഇത്ര ഒരു പവറിന് നിശ്ചയിക്കുന്ന ടോർക്കാണ്? അതായത് ഇനീഷ്യൽ പിക്കപ്പിന് നമുക്ക് ടോർക്ക് വളരെ അത്യാവശ്യം. അപ്പോൾ നമ്മൾ പിക്കപ്പ് നോക്കി വണ്ടി വാങ്ങുന്ന ആൾക്കാർ ടോർക്കിന് പ്രയോറിറ്റി കൊടുക്കുന്നത് നന്നായിരിക്കും, അല്ലേ? അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ.
താങ്ക് യു. പറഞ്ഞ പോലെ സർവീസ് ബേയിൽ വെച്ചിട്ടാണ് വണ്ടി സർവീസ് ചെയ്യുക. അപ്പോൾ ഇതിന് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സർവീസാണ്. അപ്പോൾ ഓയിൽ ചേഞ്ചാണ് ആദ്യമായി നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോസസ്സിൽ ഇപ്പോൾ ഓയിൽ ചേഞ്ച് നമ്മളിപ്പോൾ ടയറൊക്കെ മാറ്റി ബാക്കി ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ധാരാളം വണ്ടികളിവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ചേരാനൂരിലുള്ള കൈരളി ഫോർട്ടിൻ്റെ സർവീസ് സെൻ്ററിലുള്ള. അപ്പോൾ ഇത് സർവീസ് ബേ അല്ല, ഇതിപ്പോൾ വണ്ടിയുടെ സെയിൽസിൻ്റെ ഡിവിഷനാണ്. അപ്പോൾ നമുക്ക് അതിനുള്ളിൽ